എനിക്ക് വിസ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യണം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡയന സുമനോടൊപ്പമുള്ളത് മിസ്റ്റർ ഹാസിദ്. ഹാസിദ്, പ്ലീസ് വെൽക്കം ടു ദ ഷോ. യെസ്, ഒപ്പം നമ്മുടെ പ്രേക്ഷകർക്കും തത്സമയം വിളിക്കാവുന്നതാണ്. മാക്സിമം ഈ പ്രോഗ്രാം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്കും ഫാമിലിയിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പ്രവാസ ലോകത്ത് വരുന്നവർക്ക് ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഷോയിൽ പറയാൻ പോകുന്നത് കേട്ടോ. യെസ്, അപ്പോൾ എന്ത് തരം സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് തത്സമയം വിളിച്ച് ചോദിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്: 05880413110, അതുപോലെ 05852313110. സോഷ്യൽ മീഡിയയിലും ടി വിയിലും കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും അടിപൊളി ഒരു വീക്കെൻഡ് ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. തീർച്ചയായിട്ടും. പുതിയതും പഴയതുമായ വിസ മെഡിക്കൽ നടപടികൾക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ എന്തൊക്കെയാണ് അതിൻ്റെ ഫോർമാലിറ്റീസ് അല്ലെങ്കിൽ നടപടികൾ? അതിൻ്റെ നടപടികൾ എന്ന് പറയുന്നത് സിമ്പിളാണ്. നമ്മുടെ പാസ്പോർട്ട്, വിസ കോപ്പി, ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ട് പുതിയൊരാളാണെങ്കിൽ അംഗീകൃതമായ നമ്മുടെ ടൈപ്പിംഗ് സെൻ്ററുകളുണ്ട്, അവരെ സമീപിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ദുബായിയുടെ ഹെൽത്തിൻ്റെ സൈറ്റിൽ കയറിയിട്ട് അതിനുള്ള ആപ്ലിക്കേഷൻ പൂർത്തിയാക്കി തരുന്നതാണ്. റിന്യൂവൽ വിസ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എമിറേറ്റ്സ് ID മതിയാവും. അവർ ടൈപ്പിംഗ് സെൻ്ററിൽ നിന്ന് അതിനുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം പൂർത്തിയാക്കിയിട്ട് നമുക്ക് തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾക്ക് അതിനുള്ള സൗകര്യമുണ്ട്. ടൈപ്പിംഗ് സെൻറ്റർ നിലവിലവിടെ നമുക്ക് അവൈലബിൾ ആണ്. ടൈം എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു 15 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ സാധാരണഗതിയിൽ. പിന്നീട് അതായത് സെൻറ്ററുകളുടെ തിരക്കുകൾ പരിഗണിച്ച് നമുക്കതിനുള്ള ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. ഒരു ബ്ലഡ് എടുക്കുക, അത് കഴിഞ്ഞിട്ട് എക്സ്റേ ആവശ്യമുള്ളവർക്ക് അത് എടുക്കാം. അത്ര ഒരു 15 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ എല്ലാം കൂടെ പൂർത്തിയാക്കാനായിട്ട്. ശരിക്കും മുന്നിലൊക്കെ എനിക്കിപ്പോൾ ഓർക്കുന്നുണ്ട്, ഒരു 2009-10 സമയത്ത് ക്രൗഡഡ്. നമുക്ക് വിസ മെഡിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ദിവസത്തെ പണിയായിരുന്നു. ബട്ട് റീസെൻ്റ്ലി ഇറ്റ് വാസ് റിയലി കൺവീനിയൻറ്റ്. മൊഹൈസ്ന മെഡിക്കൽ സെൻ്റർ അതിന് നമ്മൾ തീർച്ചയായിട്ടും ദുബായ് ഹെൽത്തിനെ അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവും. മുമ്പ് ആണെങ്കിൽ ആകെ 2-3 സെൻറ്ററുകളാണ് ഓൾ ഓവർ ദുബായിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 23 സെൻറ്ററുകളായിട്ട് വികസിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല പുതിയ തരം ഫെസിലിറ്റികൾ, പുതിയ ബിൽഡിങ്ങുകൾ, പ്രൊഫഷണലായ സ്റ്റാഫുകൾ, ഇങ്ങനെ കൂടെ ആയിട്ട് അത് ഒരു വൈഡായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയധികം തിരക്കുകളില്ലാണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തു പോകാവുന്നൊരു സൗകര്യം ഇപ്പോൾ ദുബായ് ഗവൺമെൻറ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിനായിട്ട് അവർ സാലം എന്നുള്ളൊരു കമ്പനി തന്നെ രൂപീകരിച്ച്, നമ്മുടെ RTA അല്ലെങ്കിൽ സാലിക്ക് ഒക്കെ പോലെ ഒരു കമ്പനി തന്നെ രൂപീകരിച്ചിട്ട് അത്തരം ഒരു ഫെസിലിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് നമ്മൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ഭരണാധികാരികളെ അപ്രീഷിയേറ്റ് ചെയ്ത് മതിയാവും. ആൻഡ് ശരിക്കും മൊഹൈസ്ന മെഡിക്കൽ ഫിറ്റ്നസ് സെൻ്ററിലേക്ക് വരുന്ന ആ കൺവീനിയൻസ് നോക്കുമ്പോൾ ഒരു സുഖം, ഒരു എലൈറ്റ് ഒരു ഫീലാണ്. നമുക്ക് തീരെ ഒരു ബുദ്ധിമുട്ട് ഒന്നും തോന്നാത്തൊരു ഫീലാണ്. അപ്പോൾ എന്നാലും നമ്മുടെ ചോദ്യങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ പ്രേക്ഷകരുടെ ചോദ്യങ്ങളും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു കാര്യം, ഇപ്പം നമുക്ക് വിസ മെഡിക്കൽ ചെയ്യണമ്പോൾ ഒരു കോളർ ഉണ്ടെന്ന് തോന്നുന്നു. കോളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. നമസ്കാരം, എനിക്ക് വിസ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യണമെന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഹലോ, കോൾ കണക്റ്റഡ്. കോൾ കണക്റ്റഡ് ആണ്. ധൈര്യമായിട്ട് സംസാരിക്കാം. പേര് പറയാലോ അല്ലേ? എന്റെ പേര് അശ്വതി എന്നാണ്. ഓക്കെ അശ്വതി, ചോദിച്ചോളൂ. സാർ, ഞാൻ ഈ UAE വിസിറ്റിംഗ് വിസയിലാണ് വന്നത്. വന്നിട്ടിപ്പോ 2 മാസത്തോളമായി. അപ്പൊ എനിക്ക് ഏകദേശം ഒരു ജോലിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ FBയിലാണ് ഇതിന്റെ ലൈവിനെ കുറിച്ച് കണ്ടത്. അപ്പൊ അതില് ഈ മെഡിക്കൽ ടെസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പൊ എനിക്കാണെങ്കിൽ ജോൺ ഡിസീസ് വന്നിട്ടുണ്ട്. അപ്പൊ അതെ അതെ അതെ. അപ്പൊ അതുകൊണ്ട് വിസ കിട്ടാൻ പാടാന്നാ പറയുന്നത്. അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഇല്ല, ജോണ്ടിസ് നമ്മുടെ ജോലി സംബന്ധമായ വിസ മെഡിക്കലിന് ജോണ്ടിസ് ഒരു ടെസ്റ്റ് പരിഗണനയല്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതിനുള്ള മെഡിസിൻ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ വിസ സംബന്ധമായ ടെസ്റ്റിന് ഇത് ഒരു പ്രശ്നമായിട്ട് മാറില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓൾ ദി ബെസ്റ്റ്. അടിച്ചുപൊളിച്ച് നല്ലൊരു ജോലിയൊക്കെ ആവട്ടെ അല്ലേ? അതെ. അപ്പം നമ്മുടെ പ്രവാസ ലോകത്ത് വരുന്ന ആരും തിരിച്ചു പോകരുത് എന്നാണ് നമ്മുടെ ആഗ്രഹം. യെസ്, മറ്റൊരു കാര്യം വെച്ചാൽ നമ്മുടെ നമ്മൾക്കൊക്കെ ഇപ്പോൾ വിസ മെഡിക്കൽ ചെയ്യുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, എക്സ്റേ ഉണ്ട്. കുട്ടികൾ 18 വയസ്സിൽ താഴെ പ്രായം ഉള്ള കുട്ടികൾക്ക് ഇത് നിർബന്ധമാണോ? കുട്ടികൾക്ക് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് റെസിഡൻസ് വിസയ്ക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ എടുക്കേണ്ട കാര്യമില്ല. അതിലൊരു
കാര്യം ആഡ് ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ 18 ഇപ്പോൾ ഓരോ 2 വർഷം കൂടുമ്പോഴും അത് ഉണ്ടാവുക. മീൻസ് നോർമൽ വിസ പുതുക്കണം, പക്ഷെ അതിന് മെഡിക്കൽ എടുക്കേണ്ടതില്ല. പക്ഷെ 18 വയസ്സ് ഇപ്പോൾ 17 വയസ്സിലൊരു കുട്ടി വിസ പുതുക്കി, അവന് അടുത്തത് വരുന്നത് 19ാമത്തെ വയസ്സിലാണ്. അപ്പോൾ 19ാമത്തെ വയസ്സിൽ അവൻ്റെ റിന്യൂവലാണ്. സോ ആ സമയത്ത് മെഡിക്കൽ എടുക്കണം. അപ്പോൾ സാധാരണ ഒരു വിസയുടെ മെഡിക്കൽ റിന്യൂവൽ എന്ന് പറയുമ്പോൾ ബ്ലഡ് മാത്രമേ എടുക്കുകയുള്ളൂ. പക്ഷേ ഈ കുട്ടിക്ക് എക്സ്റേ കൂടെ വേണ്ടി വരും. അത്രയുള്ള വ്യത്യാസം. ആൻഡ് ഇപ്പോൾ ചില കേസസിൽ ഇപ്പോൾ ബെഡ് റിഡൺ ആയിട്ടുള്ളവരുണ്ടല്ലോ, ഇപ്പോൾ ഒരുപാട് പേര് സീനിയർ ഫാമിലി പാരന്റ്സ് ഒക്കെ ഇവിടെ തന്നെ ഉള്ള നമ്മുടെ ഒരുപാട് പ്രവാസികൾ സെറ്റിൽഡ് ആയിട്ട് ഇരിപ്പുണ്ട്. ചില ഗർഭിണികൾ യാത്ര ചെയ്യാൻ പറ്റാത്ത അങ്ങനെയുള്ളവരുടെ മെഡിക്കൽ എങ്ങനെയാ ചെയ്യുക? അതിന് ദുബായ് ഗവൺമെന്റ് ഒരു പ്രത്യേക സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അത് ഈ പറയുന്ന പോലെ ടൈപ്പിംഗ് സെന്ററുകളെ സമീപിച്ച് ഇത്തരം വിഷയം ഇതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് ദുബായ് ഹെൽത്തിന്റെ സൈറ്റിൽ പോയിട്ട് അതിനായിട്ടൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഫീസുണ്ട്, സാധാരണ ഫീസായിരിക്കില്ല. അവർ തന്നെ ഒരു വാഹനത്തിൽ ഇവിടെ വീട്ടിലേക്ക് ഉള്ള നമ്മുടെ ടെക്നീഷ്യൻസിനെ പറഞ്ഞയച്ച് ബ്ലഡ് എടുത്ത് മെഡിക്കൽ ചെയ്തു കൊടുക്കുന്നതാണ്. അതിനുള്ള സൗകര്യം ദുബായ് ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മൊഹൈസന സെന്ററിലും അതുണ്ടല്ലോ അല്ലേ? മൊഹൈസനയുടെ പഴയ സെന്റർ അത് നേരിട്ട് കൈകാര്യം ചെയ്യുന്നത് ദുബായ് ഹെൽത്താണ്. അത് ഓരോ സെന്ററുകൾക്ക് കീഴിൽ നിലവിൽ അത്തരമൊരു സംവിധാനമില്ല. അത് ഗവൺമെന്റ് തന്നെ നേരിട്ടാണ് അക്കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ഓൺലൈൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ അവർ അതിനുള്ള പ്രൊസീജിയർ ചെയ്യുന്നതാണ്. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മളിപ്പോൾ മെഡിക്കൽ ടെസ്റ്റിനെ കുറിച്ച് ഒരുപാട് കേൾക്കുമ്പോഴും എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മളിപ്പോൾ റുട്ടീൻ ബ്ലഡ് ടെസ്റ്റ് പോകുമ്പോൾ എല്ലാവരും ഏർലി മോർണിംഗ് പോകണം, ഫാസ്റ്റിംഗ് ആയിരിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഇത് നിർബന്ധമാണോ ഇല്ലയോ എന്ന് ഒന്നുകൂടെ നമ്മളൊന്ന് ഊന്നി പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു. അത് ഒരുപാട് ആളുകളുടെ ഒരു സംശയമാണ്, ഫാസ്റ്റിംഗ് ചെയ്യേണ്ടതുണ്ടോ, ഈ പറയുന്ന പോലെ ബ്ലഡ് എടുക്കുമ്പോൾ ഷുഗറിൻ്റെ മറ്റു വിഷയങ്ങളും ഇത് നമ്മുടെ വിസ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നമേ വരുന്നതല്ല. ഫാസ്റ്റിംഗ് നിങ്ങൾ എടുക്കേണ്ടതില്ല. ഓക്കെ. അതുപോലെ ഇപ്പോൾ നമ്മളുടെ ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യുകയാണ്, അപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ട് ആർക്കൊക്കെ ആയിരിക്കും പോവുക? റിപ്പോർട്ട് ആപ്ലിക്കേഷനിൽ തന്നെ ആരാണോ മെഡിക്കൽ എടുക്കേണ്ടത് അവരുടെ മൊബൈൽ നമ്പർ, അതുപോലെ സ്പോൺസറുടെ മൊബൈൽ നമ്പർ, സ്പോൺസറുടെ ഇമെയിൽ ID, ഇത്രയുമാണ് സാധാരണഗതിയിൽ അതിൽ ആവശ്യപ്പെടുന്ന ഒരു കോണ്ടാക്ട് ഡീറ്റെയിൽസ്. അത് വേണമെങ്കിൽ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഇപ്പോൾ മാറ്റിയിട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇല്ല അല്ലെങ്കിൽ അത് നോക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, അവൈലബിൾ അല്ല എങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാളുടെ ഇമെയിൽ ID-യോ മൊബൈൽ നമ്പറും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ടും അത് തുടർച്ചയുമായിട്ട് ബന്ധപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ അതിലേക്കായിരിക്കും വരുന്നുണ്ടാവാം. ഓക്കെ. അല്ലാണ്ട് ബൈ ഡിഫോൾട്ട് ഇപ്പോൾ ഒരാൾ ടെസ്റ്റിന് പോകുമ്പോൾ എപ്പോഴും അവരുടെ മനസ്സിലുണ്ടാവുക ഭയം എന്ന് വെച്ചാൽ ടെസ്റ്റ് ഫെയിൽ ആകുമോ എന്നുള്ളതാണ്. അപ്പോൾ ടെസ്റ്റ് ഫെയിൽ ആകുമ്പോൾ എംപ്ലോയർ അറിയുന്നതിനെ കുറിച്ച് അവർക്ക് ടെൻഷൻ ഉണ്ടാവില്ലേ? ഇല്ല, ബൈ ഡിഫോൾട്ട് പോവും. ബൈ ഡിഫോൾട്ട് അതിൽ കൊടുക്കുന്ന ഏതാണ് നമ്പർ അല്ലെങ്കിൽ മെയിൽ ID അതിലേക്ക് അത് പോകും. ഓക്കെ. ആൻഡ് നമ്മൾ നേരത്തെ തന്നെ മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള രേഖകൾ പറഞ്ഞു. പാസ്പോർട്ട് കോപ്പി, മുന്നത്തെ വീസ ആൻഡ് എമിറേറ്റ്സ് ID, ദാറ്റ്സ് ഓൾ ഈസ് റിക്വയർഡ്. ഇത് കൂടാതെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ്, ഒരു പ്രീ എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റിനായിട്ട് എന്തൊക്കെ തരത്തിലുള്ള മെഡിക്കൽ ടെസ്റ്റുകൾ? പ്രീ എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ളൊരു സംഗതിയല്ല. ചില മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ പെട്രോളിയം മേഖലയിൽ, അങ്ങനെ ചില മേഖലകളിൽ ചെയ്യുന്ന ആളുകൾക്കാണ് ഈ പ്രീ എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റ്. അത് അവരുടെ സ്ഥാപനത്തിൻ്റെ അവരുടെ ജോലിയുടെ ക്വാളിറ്റി, ആരോഗ്യ സുരക്ഷ, കുറച്ച് റിസ്കി എലമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് ഇത്തരം പ്രീ എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റ് ആവശ്യമുള്ളത്. അവരുടെ കമ്പനിയുടെ ആവശ്യാർത്ഥമാണ്. അതിന് കമ്പനി എന്താണോ ആ കമ്പനിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, മീൻസ് ഏത് മേഖലയിലാണോ അവർ ആ കമ്പനി വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ടെസ്റ്റ് വേണ്ടി വരും. അതിനാണ് പ്രീ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിന് കമ്പനിയിൽ നിന്നൊരു ലെറ്റർ വേണം. പിന്നെ ബാക്കി എല്ലാം മെഡിക്കലിന് എടുക്കുന്ന പോലുള്ള പേപ്പേഴ്സ് തന്നെ നമ്മുടെ കയ്യിൽ മതിയാവും. ആൻഡ് ഈ ഒക്യുപേഷണൽ ഹെൽത്ത് ചെക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ. അപ്പോൾ അതിന് എന്ത് രേഖകളൊക്കെ കൊണ്ടുവരണ്ടേ? അതിന് ഈ പറഞ്ഞ പോലെ തന്നെ അതും നമ്മുടെ ജോലിയുടെ സ്വഭാവത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഹൗസ് മെയ്ഡുകളാണെങ്കിൽ അതിന് വേറെ ഉണ്ടാവും. ഫുഡ് ഹാൻഡ്ലേഴ്സ്, ഫുഡ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് അതിൻ്റെതായ കാര്യങ്ങളുണ്ടാവും. അത്തരം അതിൻ്റെ ജോലി ഡിപ്പെൻസ് ആണ് അത്. അപ്പോൾ ഈ ഫുഡ് ഹാൻഡ്ലിങ്ങിന് എന്തൊക്കെയായിരിക്കും സാധാരണ വരുന്നത്? കാരണം ഒരുപാട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒത്തിരി പേരും ഓൺട്രപ്രനേഴ്സ് ഉണ്ട്, NTVയുടെ വ്യൂവേഴ്സ് തന്നെ. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ പല ഹോട്ടൽസും കഫറ്റീരിയാസ് ഒക്കെ നടത്തുന്നവരായതുകൊണ്ട് തന്നെ മെഡിക്കൽ, അതായത് ഇപ്പോൾ ഫുഡ് ഹാൻഡ്ലിംഗ് കാറ്റഗറിയിൽ എന്തൊക്കെയായിരിക്കും വേണ്ടി? അതിൽ വേണ്ടത് സാധാരണഗതിയിൽ ബ്ലഡ് എടുക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് B, അതുപോലെ HIV, ഇത്തരം കാര്യങ്ങളാണ്. അത് കൂടാണ്ട് ഹെപ്പറ്റൈറ്റിസ് B, A ഇത് എല്ലാം കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. വേണ്ടത് ഈ പേപ്പേഴ്സാണ്.
നമ്മുടെ ID, പാസ്പോർട്ട്, വിസയുടെ കോപ്പി ആണെങ്കിൽ അത് ഇത്തരമാണ്. പിന്നെ ഏത് മേഖലയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കാറ്റഗറി ഉണ്ട്. അവിടെ ഇതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാലത്തിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഓരോ മേഖലയിലും ഏതൊക്കെ ടെസ്റ്റുകൾ വേണമെന്നുള്ളത് അതിലുണ്ട്. അത് വെച്ച് കമ്പനി ഒരു ആപ്ലിക്കേഷൻ തരും, അത് വെച്ചിട്ട് ചെയ്താണ്. ഓക്കെ. ആൻഡ് ഇപ്പോൾ ഒരു വ്യക്തി ഗർഭിണിയാണ് എങ്കിൽ അവരെ എപ്പോഴാണ് ഐഡിയലി അറിയിക്കേണ്ടത്? ഇപ്പോൾ ഒരു മെഡിക്കൽ ടെസ്റ്റിന് പോയി അവിടെ ഒരു സ്റ്റാഫിനോട് പറയുന്നതാണോ അതോ മുൻകൂട്ടി എന്തെങ്കിലും രീതിയിൽ നമ്മൾ അറിയിക്കേണ്ടതുണ്ടോ? മുൻകൂട്ടി അറിഞ്ഞതാണെങ്കിൽ എടുക്കുന്ന സമയത്ത് ഗർഭിണിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അവരൊരു നോർമൽ ഒരു റിനീവൽ ആണ് അവരുടെ വിസ എങ്കിൽ അവർക്ക് പ്രശ്നമില്ല. കാരണം അവർക്ക് എക്സ്റേ എടുക്കുന്നതിന് പ്രശ്നമില്ല. എക്സ്റേ ആണ് ഈ ഗർഭിണികൾക്കുള്ള ബുദ്ധിമുട്ടിൻ്റെ പ്രശ്നം വരുന്നത്. ബ്ലഡ് നോർമലായിട്ട് എടുത്തു പോകുന്നുള്ളൂ. പുതിയ വിസക്കാർക്കാണ് ഈ എക്സ്റേ ആവശ്യമായിട്ട് വരിക. അത്തരം സ്ത്രീകൾ ഗർഭിണികളാണെങ്കിൽ മുൻകൂട്ടി അറിയിച്ചു കഴിഞ്ഞാൽ അവിടുന്നൊരു ചോദിക്കും, ഒരു നിങ്ങളുടെ മെൻസ്ട്രൽ പീരീഡിൻ്റെ വിഷയം ചോദിച്ച് അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രഗ്നൻസി ടെസ്റ്റ് അവിടെ നിന്ന് തന്നെ ചെയ്യാൻ പറയും. എടുത്തിട്ട് അത് പ്രഗ്നൻ്റ് ആണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഡോക്ടർ ഉണ്ടാവും. അദ്ദേഹം നിങ്ങളുടെ എക്സ്റേ അതിൽ നിന്ന് സിസ്റ്റത്തിൽ നിന്ന് ക്യാൻസൽ ചെയ്തിട്ട് ബ്ലഡ് മാത്രം എടുക്കാവുന്ന ഒരു ടെസ്റ്റിലേക്ക് അദ്ദേഹം നിർദ്ദേശിക്കും. അത്രേ ആവശ്യം ഉണ്ടാവുള്ളൂ. നമുക്ക് മറ്റൊരു ചോദ്യം നമുക്ക് ഇൻബോക്സ് ചെയ്ത് കിട്ടിയൊരു ചോദ്യമാണ്. ഹെപ്പറ്റൈറ്റിസ് C നമുക്ക് കോളിലേക്ക് പോവാം. കോൾ കഴിഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് ചോദ്യത്തിലേക്ക് തന്നെ പോകാം. കോളിലേക്ക് നമുക്ക് അത് കഴിഞ്ഞിട്ട് വരാം. ഫോൺ ചെയ്യേണ്ട നമ്പർ 0588041310, അതുപോലെ 0585231310. കോൾ കണക്റ്റഡ് ആകുമ്പോൾ ഹലോ പറഞ്ഞ് സംസാരിച്ച് തുടങ്ങിക്കൊള്ളാം. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് C അല്ലെങ്കിൽ ഒരു സിഫിലിസ് ഉള്ള ഒരാൾക്ക് എന്താ പറഞ്ഞ അദ്ദേഹത്തിന് മെഡിക്കൽ പരിശോധനയ്ക്ക് അർഹതയുണ്ടോ? അതോ ബൈ ഡിഫോൾട്ട് പുള്ളി? ഇല്ല, അത് ഉണ്ടെങ്കിൽ പോലും അതിപ്പോൾ അദ്ദേഹത്തിന് കൺഫേം ആണ് എങ്കിൽ പോലും മെഡിക്കൽ ഒരു മസ്റ്റായ സംഗതിയാണ് വിസയുടെ പ്രോസസ്സിങ്ങിൽ. സോ അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്നാണ് പറയുക അത് നിങ്ങൾ ഇതിന് ഫിറ്റാണോ അൺഫിറ്റാണോ എന്നുള്ളത്. നമ്മളായിട്ടൊരു ഒരു തീരുമാനം എടുത്തിട്ട് എങ്ങനെയായാലും വിസ അടിക്കാനായിട്ട് പറ്റില്ല. വിസ മെഡിക്കൽ എടുക്കുക, എന്നിട്ട് അവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് നമുക്കതിന് ചെയ്യാൻ പറ്റുള്ളൂ. അത് പോസിറ്റീവാണ്, ഈ പറയുന്ന രോഗം പോസിറ്റീവാണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് തരും. അത്രേ ഉള്ളൂ. ഈ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് വാക്സിനേഷൻസ് ഉണ്ടല്ലോ, അത് ഇവർ ബൈ ഡിഫോൾട്ട് എടുക്കേണ്ടതുണ്ടോ? ഇപ്പോൾ ഫുഡ് ഹാൻഡ്ലേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ ഹോം മെയ്ഡ്സ് ആവട്ടെ? തീർച്ചയായിട്ടും എടുക്കേണ്ടതുണ്ട്. അത് 4 വാക്സിൻ അല്ല, അത് 3 വാക്സിനാണ്. ആ വാക്സിൻ 3 ഘട്ടമായിട്ടാണ് എടുക്കേണ്ടത്. ഒരു വാക്സിൻ തന്നെ 3 ഘട്ടമായിട്ട് എടുക്കണം. ഇത് എടുക്കുന്ന മെഡിക്കൽ എടുക്കാൻ പോകുന്ന സമയത്ത് ഒരു വാക്സിൻ എടുക്കണം. കഴിഞ്ഞിട്ട് 1 മാസം പൂർത്തിയാകുമ്പോൾ രണ്ടാമത് അതിൻ്റെ ഇത് എടുക്കണം. മൂന്നാമത് എടുക്കേണ്ടത് 6 മാസം കഴിഞ്ഞിട്ടാണ്. അത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഫുഡ് ഹാൻഡ്ലേഴ്സ്, അങ്ങനെ ഹൗസ് മെയ്ഡ്സ്, ഇത്തരം ആളുകൾക്കൊക്കെ നിർബന്ധമായ ഒരു കാര്യമാണ്. ആൻഡ് ഈ വാക്സിൻ്റെ ഇഫക്റ്റ് അല്ലെങ്കിൽ റിസൾട്ട് ലൈഫ് ലോങ് കവറേജ് ആണോ? അല്ല, അത് പിന്നെ ഓരോ മെഡിക്കൽ പുതുക്കുമ്പോഴും അത് വാക്സിൻ എടുക്കേണ്ടത്. ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ പിന്നെയും എടുക്കണം. ഓക്കെ, ഐ സീ. ഓൾറൈറ്റ്. ഇനി വിസയ്ക്ക് റിന്യൂവൽ കാലാവധി കഴിഞ്ഞ് 3 മാസത്തിലധികമായാൽ എക്സ്റേ ചെയ്യേണ്ടത് നിർബന്ധമാണ്? തീർച്ചയായിട്ടും. ഒരു റിന്യൂ എന്ന് പറയുന്നത് 90 ദിവസത്തിനുള്ളിൽ ചെയ്തിരിക്കണമെന്നാണ്. അപ്പോൾ നമ്മൾ ഇതെടുത്തു, മെഡിക്കൽ എടുത്തു, വിസയ്ക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ എടുത്തു. പക്ഷേ വിസയുടെ പ്രോസസ്സിങ് ചില കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയി. അതിന് പല കാരണങ്ങളുണ്ടാവാം. നീണ്ടുപോയി 90 ദിവസം കഴിഞ്ഞാൽ പിന്നെ ബ്ലഡ് മാത്രം മതിയാവില്ല. തീർച്ചയായിട്ടും എക്സ്റേ കൂടെ എടുക്കൽ നിർബന്ധമാണ്. ഓക്കെ. പിന്നെ അടുത്തത് നമുക്ക് ഒരുപാട് പേര് എപ്പോഴും കേൾക്കുന്ന വാക്കാണ്, പ്രത്യേകിച്ച് PROകളുടെ വായിൽ നിന്ന് എപ്പോഴും കേൾക്കുന്നതാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റസ്, ഓവർ സ്റ്റേ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതെന്താണ് ഈ സംഭവം? ഈ മാറ്റത്തിൽ എന്താണ് ആക്ച്വലി അവർ ചെയ്യുന്നത്? ബിക്കോസ് ടെക്നിക്കലി നമ്മളൊന്നും മാറുന്നതായിട്ട് കാണുന്നില്ല. അതെന്താണ്? അതായത് നിലവിൽ ഒരാൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. അയാൾക്ക് പുതിയൊരു വിസ കിട്ടി വേറൊരു കമ്പനിയിലേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇവിടുത്തെ ക്യാൻസൽ ചെയ്തിട്ട് അവിടുത്തെ വിസ എടുത്തിട്ടുണ്ടാവാം. പക്ഷേ ടെക്നിക്കലി അത് മാറുന്നില്ല. വിസ, പുതിയൊരു വിസ നമ്മുടെ കയ്യിൽ കിട്ടി, നമ്മുടെ ജോലിയിൽ പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. ടെക്നിക്കലി മാറുന്നില്ല. അതിന് ടെക്നിക്കലി മാറണമെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊസീജിയറുണ്ട്. അത് കഴിഞ്ഞാലേ നമ്മൾ അടുത്ത വിസയിലേക്ക് മാറുന്നുള്ളൂ യഥാർത്ഥത്തിൽ. അപ്പോൾ അതിനൊരു പേപ്പറുണ്ട്, അത് മസ്റ്റാണ് ഇത്തരം വിഷയങ്ങളിൽ. അതാണ് ചോദ്യം ചെയ്യുന്നത്. അതാണ് ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റസ്. നമുക്കിത് എപ്പോഴും ഒരു ആശയക്കുഴപ്പം തന്നെയായിരുന്നു. കാരണം ഇതെന്താണ് ഈ സംഭവം ചേഞ്ച് ഓഫ് സ്റ്റേറ്റസ്? അത് ആവശ്യമായി വരുന്നപ്പോൾ UAE തന്നെ നിലവിൽ നിന്നിട്ട് വിസ ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ. പുറത്ത് പോയിട്ട് വരുന്ന ഒരാൾക്കാണ് ചേഞ്ച് ഓഫ് സ്റ്റാറ്റസിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം പിന്നെ ന്യൂ വിസ ആയിട്ടാണ് പരിഗണിക്കുക.
ഇവിടെ തന്നെ നിന്ന് ചെയ്യുമ്പോൾ ഇത് ആവശ്യമാണ്. വേറെ ഈ ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് ചെയ്യുമ്പോൾ അത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വിസ മെഡിക്കൽ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ ഇപ്പോൾ ഒരാൾ വിസ മെഡിക്കൽ ടെസ്റ്റിൽ അൺഫിറ്റായി ഫെയിലായിപ്പോയി, അദ്ദേഹത്തിന് എത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ എത്ര മാസത്തിനുള്ളിൽ എക്സിറ്റ് ചെയ്യണം കൺട്രി? അത് രണ്ട് വിധമാണ്. അതായത് സാധാരണഗതിയിൽ ഒരാഴ്ച കൊണ്ട് ഇവിടുന്ന് കൺട്രി വിടണമെന്നാണ് അതിൻ്റെ നോർമൽ കേസ്. ചില കേസുകളിൽ അങ്ങനെ ടെസ്റ്റ് ആണ് അൺഫിറ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇൻഫോം ചെയ്യും, നിങ്ങളോട് രാജ്യം വിടാനായിട്ട് ആവശ്യപ്പെടും. ചില കേസുകൾ ഇൻഫോം ചെയ്തിട്ട് അവരോട് സെൻറ്റർ സന്ദർശിക്കാനായിട്ട് പറയും. അതായത് നമ്മുടെ പഴയ സോനാപൂരത്തെ സെൻറ്റർ ഉണ്ടല്ലോ, അവിടെ ഒരു ബ്ലോക്ക് 7 എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. അവിടെ സന്ദർശിക്കാനായിട്ട് പറയും. അവർ ചിലപ്പോൾ ഒരു റീടെസ്റ്റ് നടത്തും. അതുമല്ല എങ്കിൽ റീടെസ്റ്റ് ആവശ്യമായ കേസിൽ അങ്ങനെ നടത്തും. അല്ലാത്ത കേസിൽ അവരുടെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റും. അതായത് കുറച്ച് സീരിയസ് കേസുകളാവാം, എന്തെങ്കിലും വിഷയങ്ങളുണ്ടാവാം, ഇവിടെ പടരാതിരിക്കാനുള്ള ഒരു പ്രിക്കോഷൻ എടുക്കുന്നതാണ്. സോ ഐസൊലേഷൻ അതിലേക്ക് തിരിച്ചെത്താം. നമ്മുടെ കോളർ ഉണ്ട്. നമസ്കാരം, സ്വാഗതം. എനിക്ക് വിസ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യണം എന്ന പ്രോഗ്രാമിലേക്ക്. ഇതാരാണ്? ഹലോ, നമസ്കാരം. എൻ്റെ പേര് മുഹമ്മദ്. യെസ് മുഹമ്മദ്, നേരിട്ട് സംസാരിച്ചോളൂ ഹാസിദിനോട്. ഹലോ ഹലോ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. എൻ്റെ ഒരു അങ്കിള് മുന്നേ ഇവിടുന്ന് മെഡിക്കൽ അഡ്മിറ്റ് ആയിട്ട് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളിന്റെ അസുഖം ഇതൊക്കെ മാറിയിട്ടുണ്ട്. പുള്ളിക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു പ്രൊസീജിയർ എന്താണ്, എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ? ഓക്കെ, വളരെ നല്ല ചോദ്യമാണ്. അതുമായിട്ട് ചോദ്യമാണ് ഇപ്പോൾ മാഡം ചോദിച്ചുകൊണ്ടിരുന്നത്. റിലേറ്റഡ് ആയിട്ട് ചോദ്യം തന്നെ വന്നത് നല്ലത്. അത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളെ ഇവിടുന്ന് നാട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടാവാം, നിങ്ങളുടെ അങ്കിളിനെ പറഞ്ഞയച്ചിട്ടുണ്ടാവാം. അദ്ദേഹത്തിന് നാട്ടിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സകളൊക്കെ കഴിഞ്ഞു, രോഗം പരിപൂർണമായ ഭേദമായി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ മെഡിക്കൽ സർട്ടിഫിക്കറ്റും നിങ്ങൾ കോൺസുലേറ്റിനെ സമീപിച്ച് അറ്റസ്റ്റ് ചെയ്ത് ഫോറിൻ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ സമീപിച്ച് അതും അവിടെ നിന്നും അറ്റസ്റ്റേഷൻ വാങ്ങിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ, വേറെ ആരെങ്കിലും സാധിക്കില്ല. മകനോ ഫാദറോ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ അങ്ങനെ അനിയനോ ബ്രദേഴ്സ് ആരെങ്കിലും അങ്ങനെ അവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ പേപ്പറും കൊണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞ പഴയ സോനാപൂരിലെ മെഡിക്കൽ സെൻറ്ററിൽ ബ്ലോക്ക് 7 പോയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പ്രൊസീജിയർ അവരവിടുന്ന് ചെയ്യും. അവരവിടുന്ന് തന്നെ ഈ ലേബറിൻ്റെ ബ്ലോക്ക് നീക്കാനുള്ള പരിപാടികൾ നടത്തും, എമിഗ്രേഷൻസിൻ്റെ ബ്ലോക്കുകൾ നീക്കാനുള്ള പരിപാടികൾ നടത്തും. എന്നിട്ട് ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാവുന്നതാണ്. വന്നു കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാം ആയിക്കഴിഞ്ഞാൽ മെഡിക്കൽ എടുക്കാം. പക്ഷേ സാധാരണഗതിയിൽ എല്ലാ മെഡിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷത്തിനാണ് എടുക്കേണ്ടത്. ഇത്തരം കേസുകളിൽ അത് 1 വർഷത്തിൽ ഓരോ വർഷം പുതുക്കേണ്ടി വരും. ഓരോ വർഷം മെഡിക്കൽ എടുക്കേണ്ടി വരും. അതിനുള്ള അവർ പേപ്പർ തരും. അതിലും ഫിറ്റ് ആണെങ്കിൽ തുടരാം, അൺഫിറ്റ് ആണെങ്കിൽ തിരിച്ചു പോകേണ്ടി വരും. അത്രേ ഉള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു സംശയങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ. യെസ് മാഡം, വേറെ എന്തെങ്കിലും? യെസ്, നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ അടുത്തൊരു കോളർ വരുന്നുണ്ട്. ആ കോളും കൂടെ ആൻസർ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ചോദ്യത്തിലേക്ക് വരാം. നമസ്കാരം, സ്വാഗതം. ഇതാരാണ്? ഹലോ. കോൾ കണക്റ്റഡ് ആണ്. പേരെന്താണ്? വിശാന്ത് കുമാർ. വിശാന്ത്, നേരിട്ട് സംസാരിച്ചോളൂ ഹാസിദിനോട്. ഹായ് സർ, ഗുഡ് ആഫ്റ്റർനൂൺ. അതെ, ഇപ്പൊ ഒരാള് വിളിച്ച് ചോദിച്ച അതിൽ തന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ എന്റെ ഒരു കലീഗിനെ കലീഗ് എന്ന് പറയാൻ പറ്റില്ല, വന്നിട്ട് ചെസ്റ്റ് എക്സ്റേ എടുത്ത സമയത്ത് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അവര് ഫിംഗർ പ്രിന്റ് എടുത്തിട്ടാണ് വിട്ടത്. ഫിംഗർ പ്രിന്റ് ഓഫീസിൽ പോയിട്ട് ഫിംഗർ പ്രിന്റ് എടുത്തിട്ടാണ് വിട്ടത്, ഈ മെഡിക്കൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. അങ്ങനത്തെ കേസിൽ ഇനി പോയിട്ട് തിരിച്ചു വരാൻ പറ്റില്ല? പറ്റും, തീർച്ചയായിട്ടും പറ്റും. അദ്ദേഹത്തിന് അത് ഫിംഗർ എടുക്കുന്നത് നിങ്ങൾ വേറെ എന്തെങ്കിലും രൂപത്തിൽ ആള് രാജ്യത്തേക്ക് കടക്കാണ്ടിരിക്കാനുള്ള ഒരു പ്രിക്കോഷനാണ്. രാജ്യത്ത് പോയി ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് ഈ നേരത്തെ പറഞ്ഞ പ്രകാരം അദ്ദേഹത്തിന് തിരിച്ചു വരാവുന്നതാണ്. ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ വരാൻ പറ്റും. തീർച്ചയായിട്ടും. അതിന് അദ്ദേഹത്തിന്റെ ബ്ലഡ് റിലേഷനിൽ ആരെങ്കിലും ഈ പേപ്പേഴ്സും കൊണ്ട് അതോറിറ്റിയെ സമീപിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രൊസീജിയർ നടത്തുന്നതാണ്. അതെ. പിന്നെ ഈ മെഡിക്കൽ റിപ്പോർട്ട് വിസ ചെയ്യുന്ന സമയത്തുള്ള മെഡിക്കൽ റിപ്പോർട്ട് ഏത് സ്ഥലത്ത് നിന്നും വേണമെങ്കിൽ എടുക്കാൻ പറ്റുമോ? മെഡിക്കൽ എടുക്കാൻ പറ്റുമോ? ഓ, എടുക്കാം. ഗവൺമെന്റ് അംഗീകരിച്ച 23 സെന്ററുകളുണ്ട് ദുബായിൽ. അവിടെ എവിടെ വേണമെങ്കിലും എടുക്കാം. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് ഡിയർ. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. യെസ്, നമ്മുടെ ഇപ്പോൾ HIV
ക്യൂറബിൾ അല്ല എന്നാണ് ഞാൻ പഠിച്ചേക്കുന്നത്. പക്ഷേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അശരീരി പോലെ ഇങ്ങനെ ഏതൊക്കെയോ രാജ്യത്ത് എന്തൊക്കെയോ മരുന്നുകൾ ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ HIV വന്ന ബൈ ഡിഫോൾട്ട് ഇറ്റ്സ് ലൈഫ് ബാൻ. തീർച്ചയായിട്ടും അങ്ങനത്തെ കേസസ് കാണാറുണ്ടോ നിങ്ങൾ? ഉണ്ട്, അങ്ങനെ വരാറുണ്ട്. വന്നിട്ട് അവരെ ഐസൊലേഷൻ ചെയ്തിട്ട് നാട്ടിലേക്ക് വിടുക. അത് ഐസൊലേഷൻ ചെയ്ത് കമ്പനിയുടെ അടുത്തുനിന്ന് പറഞ്ഞ് അവർക്കുള്ള ടിക്കറ്റ് വാങ്ങിച്ച് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യിച്ച് ഇവർ തന്നെ ഗവൺമെൻറ് വാഹനത്തിൽ നമ്മുടെ എയർപോർട്ടിൽ അതിന് പ്രത്യേക സംവിധാനമുണ്ട്, വാതിലുണ്ട്, അതുവഴി തന്നെ ഫ്ലൈറ്റിലേക്ക് കയറ്റി തിരിച്ചു വിടുന്ന. താങ്ക് യു സോ മച്ച് ഡിയർ. ഒരുപാട് ശരിക്കും വാല്യുബിൾ ഇൻഫർമേഷൻസ് കിട്ടി. ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മുടെ പ്രേക്ഷകർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും നല്ലൊരു വർക്ക് എൻവയൺമെൻറ്റ് ഇവിടെ ഉണ്ടാവട്ടെ അല്ലേ? തീർച്ചയായിട്ടും. യെസ്. ഇതിന് പുറമെ നമ്മുടെ മുഹൈസ്ന മെഡിക്കൽ ഫിറ്റ്നസ് സെൻ്ററിൻ്റെ ടൈമിങ്ങോ അല്ലെങ്കിൽ മറ്റ് സേവനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് ഷെയർ ചെയ്യാനുണ്ടോ? ബിക്കോസ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യും. കാരണം ഒരിക്കൽ നമ്മളവിടെ പോയി അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് അറിയാമല്ലോ. അപ്പോൾ നിങ്ങളുടെ ടാരിഫ്സ് ഒന്നും പറയാൻ പാടില്ല. ടാരിഫ്സ് അങ്ങനെ പറയേണ്ടത് പബ്ലിക്കായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മളതിൽ ഇത്തരം കാര്യങ്ങൾ പറയേണ്ടതില്ല. അവിടുത്തെ സർവീസുകൾ പറയാം. അതായത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ദുബായിലെ ഏക മെഡിക്കൽ സെൻ്ററാണ് മൊഹൈസനയിലുള്ള സാല മൊഹൈസന മെഡിക്കൽ ഫിറ്റ്നസ് സെൻ്റർ എന്ന് പറയുന്നത്. സൺഡേ വർക്കിംഗ് ആണ്, സാറ്റർഡേ മാത്രമാണ് നമ്മൾ ക്ലോസ് ആയിട്ടുള്ളത്. അതായത് സൺഡേ രാവിലെ 7 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാത്രി 10:30 വരെ സെൻറ്റർ വർക്കിംഗ് ആണ്. സാറ്റർഡേ ക്ലോസ് ആയിരിക്കും. അതാണ് നമുക്കവിടെ പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് അവിടെ ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ട് എല്ലായിടത്തും എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഫീമെയിലിന് സാധാരണ ഉണ്ടാവാം. നമ്മുടെ സെൻറ്ററിൽ അങ്ങനെയല്ല. അതിന് ഫീമെയിലിന് പ്രത്യേകമായൊരു സൗകര്യം തന്നെ ഉണ്ട്. അത് നിങ്ങൾക്ക് അവധി ദിവസങ്ങളിൽ അവൈൽ ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഹാസിദ് ഫോർ യുവർ ടൈം. അപ്പം എന്തായാലും മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു ഓൾ. നമസ്കാരം.